ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പുള്ളി ബെഡ്ഷീറ്റിൽ തൂങ്ങിയിട്ട് ആ ബെഡ്ഷീറ്റോടുകൂടി പൊട്ടി താഴെ വീണ്. സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ താല്പര്യമുള്ളവർ രക്ഷ നേടുന്നുണ്ട്. പക്ഷേ സമൂഹത്തിലുള്ള പ്രവണത എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. ഇതിനിടയിൽ ഞാൻ കഞ്ചാവ് വലിക്കുമായിരുന്നു. അത് കല്യാണത്തിന് മുമ്പാണ്. പണ്ട് ആളുകളൊക്കെ പറയാറുണ്ട് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗലോകം കാണുമെന്നുള്ളത്. ശരിക്കും ഞാൻ സ്വർഗ്ഗലോകം കണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസമാണ് ഡോക്ടർ വന്നപ്പോഴേക്കും കണ്ണു തുറന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ 10 ദിവസം കിടന്നത്. നിങ്ങൾ എന്ത് വേണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ മാർഗം ശരിയായി കിട്ടും എന്നുള്ളത് ഉദാഹരണ സഹിതം അവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. നമസ്കാരം. ഓൾ ഇൻ വൺ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചയും നമ്മളോടൊപ്പം തുടരുന്നത് ശ്രീ പുരുഷൻ തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ ഡോക്ടർ SD സിംഗ് നമ്മളോട് സംസാരിക്കുന്നതാണ്. ഏതാണ്ട് 4 വയസ്സ് മുതൽ മദ്യത്തിൻ്റെ രുചി അറിയുകയും 10, 30, 35 വയസ്സായപ്പോഴേക്കും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വേറൊരു മേഖലയിലേക്ക് കടക്കുകയും മദ്യം ഒരു മുഴുക്കുടി എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയും നിർത്തിയും തുടർന്നുമായിട്ട് അത് 55 വയസ്സ് വരെ തുടരുകയും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഏതാണ്ട് 52 വർഷം നീണ്ടു നിന്ന ഈ ഒരു ജീവിതത്തിൽ നിന്ന് മുക്തിയുടെ പാതയിൽ കടന്നിട്ട് ഇപ്പോൾ 16 വർഷമായി. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഒരു ചികിത്സയുടെ പദ്ധതി ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച്, ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാം. തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദ്യപാനം കൊണ്ട് ഇവർക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല. നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഈ മദ്യപാനത്തിൻ്റെ ഇടയിൽ 2 പിള്ളേർ ഉണ്ടായിട്ടുണ്ട്. അതിലെൻ്റെ മകളുടെ കല്യാണം നടത്തി. അയാളുടെ 19ാമത്തെ വയസ്സിൽ അയാളുടെ കല്യാണം നടത്തി. അതും എൻ്റെ കാശ് കൊണ്ടല്ല, എൻ്റെ ബന്ധുക്കളുടെയും ചേട്ടന്മാരുടെയും സഹായം കൊണ്ടാണ് കല്യാണം നടത്തിയത്. ചികിത്സയിൽ വരുന്ന ആ സമയം അത് കൊണ്ടുവന്ന് ഡോക്ടറുമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ചികിത്സക്ക് പുള്ളി ഇങ്ങനെ പറഞ്ഞല്ല, ആത്മഹത്യയൊക്കെ ശ്രമിച്ച് അങ്ങനെ ബോധമൊന്നുമില്ലാതെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മരുമോനെയും വിളിച്ച് ചേട്ടൻ്റെ മക്കളെയൊക്കെ വിളിച്ച് അവരെല്ലാവരും വന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പുള്ളി അപ്പോൾ രാവിലെ പറഞ്ഞല്ലോ ഇങ്ങനെ പൈസയൊക്കെ ആയിട്ട് കുഴിച്ചില്ല. അപ്പം എന്നോട് മക്കൾ പറഞ്ഞിട്ടുണ്ടായി അമ്മ അച്ഛനെ ശ്രദ്ധിക്കണോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ രാവിലെ ഈ പേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പം ഒന്നും മിണ്ടാതെ പോയി. അങ്ങനെ പുള്ളിനെ 2 മണിയായിട്ടും കാണാതെ ഇപ്പം 2ാമത്തെ ചേട്ടനോട് ചോദിച്ചപ്പം പറഞ്ഞു അവൻ അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ഡോക്ടറുടെ മുമ്പിൽ എത്തുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളൊന്ന് ചുരുക്കി പറയാമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഡോക്ടറിൻ്റെ ചികിത്സ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞത് ഈ പുരുഷനെങ്ങാടെങ്കിലും കൊണ്ടുപോയി ഇവിടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വയറൊക്കെ വന്ന് വീർത്തിരിക്കുന്നു. അങ്ങനെ ആരോഗ്യപരമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാനിപ്പോ ഡോക്ടറോട് സങ്കടപ്പെട്ട് പറഞ്ഞു, അങ്ങനെ എന്നാ നീ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണും തുറക്കണുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമാണ് ഡോക്ടർ വന്നപ്പോഴേക്കും കണ്ണ് തുറന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ശരി ഞാൻ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ 10 ദിവസം കിടന്നത്. 10 ദിവസം കിടന്ന് കഴിഞ്ഞാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു കൊണ്ടിരുന്നാണ്. ഞായറാഴ്ച ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട്, പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞിട്ട് എത്ര നാളെടുത്തു ആള് ഒന്ന് തിരിച്ച്? ഒരു വർഷത്തോളം എടുത്തു. എനിക്ക് 1 വർഷം വരെ എനിക്ക് ഞാൻ ക്ലാസ്സിൽ വരുമെങ്കിലും സാറ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് 1 വർഷം വരെ ശരിക്കും ഞാനൊരു മൂകനായിട്ട് ഇരിപ്പായിരുന്നു. 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇതായിട്ട് വരാൻ വേണ്ടി അത്രയ്ക്ക് അബോധാവസ്ഥയിലായിരുന്നു. മോശമായ ഒരവസ്ഥയിലായിരുന്നു ഈ തിരിച്ചുവരവ്. അന്ന് പുള്ളീനെ കാണാതെ എപ്പോഴേക്കും വീട്ടിൽ കുറെ പിള്ളേര് മറ്റേ കുമ്പിളൂസുമാർ നാരങ്ങയൊക്കെ ഉണ്ട്. പിള്ളേര് വന്ന് കളിച്ചപ്പോഴേക്കും ഞാൻ ഈ പുള്ളീനെ 2 മണിയായിട്ടും കാണാനില്ല. ചേട്ടൻ പറഞ്ഞു അവന് അപ്പം തന്നെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ റോട്ടിൽ കൂടി നടന്നു ചെല്ലണേണ് ഏതിലേ വരണേന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരു വസ്തു കൂടി ചെന്നിട്ട് അവിടെ കാണാതേക്കും തിരിച്ചു വരുമ്പോഴേക്കും TV ഓളിയോ കൂട്ടി വെച്ചേക്കുന്നു
ഫ്രണ്ടിൽ വാതിൽ ലോക്ക് ചെയ്തിട്ടേക്കണം. അങ്ങനെ ഞാൻ ഓടി വന്ന് പുറത്ത് ബാക്കിൽ കൂടി വാതിൽ തള്ളി തുറന്ന് തന്നപ്പോഴേക്കും പുള്ളി കിടക്കുകയാണ്. അപ്പോൾ ബെഡ്ഷീറ്റായിരുന്നു പുള്ളി. അങ്ങനെ ബെഡ്ഷീറ്റ് അങ്ങനെ ഞാൻ അത് അഴിച്ച് മാറ്റിക്കൊണ്ടും വേഗം കുറേ വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെറുപറ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ മോനെയും മരുമോനെയും എല്ലാവരെയും വിളിച്ച് വരുത്തി. ചേട്ടൻ്റെ മക്കളും ഒക്കെ വന്ന് അപ്പം തന്നെ എല്ലാവരും കൂടി പൊക്കി ആസ്പത്രിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സാറുണ്ട്, ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അന്നത്തെ ആ സംഭവത്തിൽ മുറി തുറന്നകത്ത് കയറിയപ്പോൾ കഴുത്തിൽ ബെഡ്ഷീറ്റിൻ്റെ കുഴുക്കുമായിട്ട് അത് പൊട്ടി താഴെ വീണ് കിടക്കുന്ന ആ ഒരു രംഗമാണ് കണ്ടത്. എന്തായിരുന്നു ആ ഒരു കാര്യം ഒന്ന് കുറച്ചും കൂടെ വിശദമായിട്ട്? ഞാൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പുള്ളി ബെഡ്ഷീറ്റിൽ തൂങ്ങിയിട്ട് ആ ബെഡ്ഷീറ്റോടുകൂടി പൊട്ടി താഴെ വീണിരിക്കുന്നു. അങ്ങനെ ഞാൻ കുരുക്ക് കഴുത്തിൽ നിന്ന് അഴിച്ച് മാറ്റിക്കൊണ്ടും കുറെ സമയം തടയും തിരുമ്മിയൊക്കെ കൊടുത്തിട്ട് വെള്ളം കൊടുത്ത് ഇരുത്തിക്കൊണ്ടാണ് മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ? അങ്ങനെ ഓർമ്മയില്ല, അപ്പോഴും ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ചെറവറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കസേരയില്ല, തിന്നയില് എന്തോ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കണം ആ ജീവൻ ഇപ്പോഴും നിലനിന്ന് പോകണം. ജീവൻ രക്ഷപ്പെട്ടത്. ആരും ഉണ്ടായില്ല, വേറെ ആരും വീട്ടിലുണ്ടായില്ല. ഞാൻ പുള്ളീനെ കാണാതെ പുള്ളീനെ അന്വേഷിച്ച് പോയി. വീട്ടിൽ വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഉടനെ മക്കളെല്ലാവരും വിളിച്ച് വരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ആ ബെഡ്ഷീറ്റ് പൊട്ടി വീണ് താഴെ വീണതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന അതിനെക്കുറിച്ച് അത് തന്നെയല്ലേ അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അതിൽ നിന്നൊരു അത്ഭുതകരമായ തിരിച്ചുവരവാണ് നടന്നിരുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചുവരവിലേക്ക് താങ്കളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഭാര്യയും കുടുംബവും ഒക്കെ എങ്ങനെയാണ് അതിന് കൂടെ നിന്നത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അതിലുണ്ടായിരുന്നു? ഇത് രണ്ടും ഒന്ന് പറയാമോ? ഈ ബന്ധുക്കള് എല്ലാവരും സപ്പോർട്ടാണ്. ഇത് നിർത്തിയാൽ ആർക്കും എതിർപ്പൊന്നുമില്ല. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടന്മാർ, എൻ്റെ നേരെ മൂത്ത ആള്, അതായത് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത ചേട്ടനാണ്. മദ്യപാനം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ജോലിയും കഴിഞ്ഞ് ഞാൻ നേരത്തെ വരും വീട്ടിൽ. കാരണം 1:30 എൻ്റെ ഡ്യൂട്ടി കഴിയും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് ഒരു 4 മണി 5 മണിയായി കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ജോലി കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലിറങ്ങാതെ നേരത്തെ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. കാരണം അമ്മ വീട്ടിലുണ്ട്. അമ്മനെ കാണാൻ കൂടി ആണ് ചേട്ടൻ വീട്ടിൽ വരുന്നത്. അമ്മേനെ കാണാൻ എന്ന പേരിൽ അതിനും കൂടിയാണ് പുള്ളി വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മദ്യപിക്കുന്ന അത് എൻ്റെ നേരെ മൂത്ത ആൾക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളി എപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തകന് പുള്ളി എപ്പോഴും പറയും ഇത് ശരിയല്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയി മദ്യപിക്കുന്നത് ശരിയല്ല. അപ്പം ഞങ്ങളത് വട്ടം എതിർപ്പാണ്. കാരണം എന്താണ്, ഞങ്ങൾ കഴിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ കയ്യിലെ കാശ് കൊടുത്ത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, എൻ്റെ കയ്യിലെ കാശ്, ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് ഞാൻ മദ്യപിക്കുന്നു. അത് തന്നെ. അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ഞാൻ പറയാറുണ്ട്. അത് ചേട്ടനോടും മറ്റുള്ള ആൾക്കാരോടും ഞാൻ അങ്ങനെ പറയാറുണ്ട്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രശ്നക്കാരനല്ല. അത് നാട്ടിൽ പുറത്തൊരു പ്രശ്നം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതേസമയത്ത് പ്രശ്നം മുഴുവനും ഞാൻ എൻ്റെ വീട്ടിൽ വന്നാണ് തീർക്കുന്നത്. കാരണം നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർ നമ്മളെ പഞ്ഞിക്കിടും. ആ ഒരു ബോധം നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാറുമില്ല, ഉണ്ടാക്കിയാൽ തന്നെ അതിൽ നിൽക്കാറുമില്ല. നമ്മൾ ഉടനെ വീട്ടിലേക്ക് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ഇത്. കാരണം ഈ മൂത്ത ചേട്ടനും ഞാനും കൂടിയാണ് ഒരുമിച്ച് മൂത്ത ചേട്ടനുമായിട്ട് കമ്പനിയായിരുന്നു എന്ന് ഇടയ്ക്കുള്ള ഒരാള് അതിനെതിരായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ബാക്കിയുള്ള ആളുകളുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? സുഹൃത്തുക്കള് അങ്ങനെ ഈ മദ്യപാനത്തിനുള്ള സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സുഹൃത്തുക്കള് സുഹൃത്ത് വലയം കുറവായിരുന്നു. മദ്യപാനത്തിന് വേണ്ടിയുള്ള മാത്രമേ ഉണ്ടായിരുന്നു. മദ്യപാനം നമ്മള് ഇപ്പൊ കാശില്ലാത്ത സമയത്താണ് സാര പൈസ ആയിട്ട് നമ്മൾ റോഡിലേക്ക് ചെല്ലും.
അപ്പോൾ ആരെങ്കിലും കാണും, എൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ 3 പേരായിട്ട് പോകും, ഷെയർ ഇട്ട് കുടിക്കും. അതല്ലാണ്ട് ആ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനു മുമ്പ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, എല്ലാവരും വിട്ടുപോയി. അവരൊന്നും ഇതുപോലെ മദ്യപിക്കാത്ത ആളുകളായിരുന്നു. നല്ല കൂട്ടുകാരുണ്ടായിരുന്നു, എനിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള കൂട്ടുകാരുണ്ടായിരുന്നു, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഈ ഒരു സംഗതി മാത്രം നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വീണുപോയി. പിന്നിടയിൽ ഞാൻ കഞ്ചാവ് വലിക്കുമായിരുന്നു. അത് കല്യാണത്തിന് മുമ്പാണ്. കഞ്ചാവ് വലിക്കാനെന്ന് പറഞ്ഞാൽ ഇതിന് ഉണ്ടായ കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് അന്ന് ഞാൻ ബീഡി വലിക്കും, തെറുപ്പ് പിടിക്കും. അപ്പോൾ ഒരുത്തന്നെ വന്നിട്ട് കാലത്തന്നെ വന്നിട്ട് പറഞ്ഞ, എടാ ഒരു നല്ലൊരു ബീഡിയുണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ അങ്ങനെ ഞാൻ സാധനം വലിച്ചത് മാത്രം എനിക്ക് ഓർമ്മയില്ല. സാധാരണ ഞാൻ ബീഡി വലിച്ച് പോകാൻ നമ്മൾ ഇരുത്തുമല്ലോ, പക്ഷെ ഇത് ഇരുത്തിയിട്ട് നമുക്കൊരു നല്ലൊരു സുഖം പോലെയാണ് തോന്നിയത്. അത് കംപ്ലീറ്റ് പുകയിരുത്തി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും, ശരിക്ക് പണ്ട് ആളുകളൊക്കെ പറയാറുണ്ട് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗലോകം കാണുമെന്നുള്ളത്. ശരിക്കും ഞാൻ സ്വർഗ്ഗലോകം കണ്ടെന്ന്. അതായത് എനിക്കുണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, വീട്ടിലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിലെ വെള്ളം മുഴുവനും കോരി ഞാൻ തീർത്തെന്നുള്ളതാണ്. കോരി തീർത്തെന്ന് പറഞ്ഞാൽ കുളിച്ച് ഈ ഇതിൻ്റെ ലഹരി കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, പരിപൂർണമായ വിഭ്രാന്തിയിലേക്ക് പോകുന്നതായിപ്പോയി. കാരണം കംപ്ലീറ്റ്ലി ഈ കുളത്തിലെ വെള്ളം ഞാൻ കോരി മുഴുവനും മേത്തൊഴിക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഇത് അപകടമാണെന്ന് മനസ്സിലായോ? ഇത് ഒരു 3 വർഷം വരെ ഇത് തുടർന്നു. അത് അന്നത്തെ ഫസ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതങ്ങടെ തുടർന്ന് പറഞ്ഞാൽ, അന്ന് ഈ സാധനത്തിന് 50 പൈസയുള്ള ഒരു പാക്കറ്റ് പൊതി, അതായത് 2 ബീഡി തീർക്കുക, 2-3 ബീഡി തീർക്കുക. അത് ഞങ്ങൾ ഇങ്ങനെ 2-3 കൂട്ടുകാരായിട്ടിരുന്ന് ചെയിനായിട്ട് ഇങ്ങനെ വലിക്കും. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ സാധനം വലിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി, ഇതിപ്പം നമ്മളൊരു കൗതുക വസ്തുക്കളെ കണ്ട് നമ്മൾ ചിരിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ലഹരി വിടുന്നത് വരെയും നമ്മൾ ഈ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടേ. ഇപ്പോൾ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അത് അന്നേരത്ത് ഈ കള്ള് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് അത് 3 വർഷം വരെ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പലതരം ലഹരികൾ മാറി മാറി ഉപയോഗിച്ചിരുന്നു. പലതരം ലഹരി എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, പിന്നെ ഈ ലഹരി വസ്തു എന്ന് പറഞ്ഞാൽ ഈ മൂക്കിപ്പിടി, അത് ഞാൻ ശരിക്കും വലിക്കുമായിരുന്നു. അത് ജോലി സ്ഥലത്തും ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഈ മിനിറ്റിന് ഈ സാധനം വേണം. അതൊരു ശരിക്കൊരു ലഹരി പോലെ തന്നെയാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ 70 വയസ്സായി അതെ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഇപ്പോഴാണെങ്കിൽ കഞ്ചാവും മൂക്കുപ്പൊടി മദ്യം മാത്രമല്ല, പലതരത്തിലുള്ള ലഹരി സമൂഹത്തിൽ ലഭ്യമാണ്. അപ്പം ഇതെല്ലാം കഴിച്ച് ഈ വിഭ്രാന്തിയിലേക്ക് പെട്ടുപോകുന്ന യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ യുവതലമുറയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ കാരണന്മാരൊക്കെ പറയുന്നത് പോലെ അവർ പറയുന്നതും കേട്ട് അവർ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഉപദേശിക്കുള്ളൂ. നശിച്ചു പോകാനായിട്ട് ഉപദേശങ്ങളൊന്നും മാതാപിതാക്കൾ പറയില്ല, നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ ഉപദേശിക്കുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ കാണിക്കുന്നത് കണ്ട് ഇതിലേക്ക് പോകാതിരിക്കുക. ഇതുകൊണ്ട് നഷ്ടമില്ലാതെ നമുക്കൊരു ലാഭവും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവ് ഒരു ആത്മഹത്യാ ശ്രമത്തിന് ശേഷമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ ചികിത്സാനുഭവം സാറിന് വന്നപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, ഒരു അബോധാവസ്ഥയിലാണ് വന്നത്. അപ്പോൾ എനിക്ക് മെഡിക്കൽ ലീഗൽ ഇഷ്യൂവും ഉള്ളതുകൊണ്ട്, കാര്യം ആത്മഹത്യാ ശ്രമമായതുകൊണ്ട് പോലീസിൽ അറിയിക്കണം, അങ്ങനെ പലതുണ്ട്. മാത്രമല്ല പൊതുവെയുള്ള ആരോഗ്യം ലിവറിനും ബ്രെയിനിനും ഒക്കെ തകരാറുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു താല്പര്യം ആദ്യം ഇല്ലായിരുന്നു, എടുത്താൽ ബുദ്ധിമുട്ട് വരുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു. അവിടെ മുതൽ പിന്നെ പുള്ളി വളരെ വേഗത്തിൽ ഫിസിക്കലായിട്ട് ശരിയായി. പക്ഷേ മാനസികമായിട്ട് ബ്രെയിൻ ഡാമേജ് ഉള്ളതുകൊണ്ട്
പതുക്കെ പതുക്കെയാണ് ശരിയായി വന്നത്. കുറേ സമയമൊക്കെ എന്നോട് സംസാരിക്കുമായിരുന്നു. പിന്നെ പതിവായിട്ട് ഈ ഞായറാഴ്ചത്തെ പുള്ളി പറഞ്ഞ ഗ്രൂപ്പ് സെഷൻസിൽ വന്നു തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. വർഷങ്ങളെടുത്തു അത് പൂർണ്ണമായിട്ട് പുള്ളി ഉൾക്കൊണ്ട് എടുക്കാൻ. ഇപ്പോൾ 16 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പം ചോദിച്ചാലും പുള്ളി പറയും അല്പസ്വല്പം ലഹരി ഉപയോഗിച്ചാൽ കൊള്ളാമെന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അവർ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നുള്ളത് മൂപ്പർക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. അതാണ് ഇതിലുള്ള കാതലായ ഭാഗം. സാറ് പറഞ്ഞു നിയന്ത്രിച്ചുകൊണ്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നുണ്ടോ? സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം നിയന്ത്രിച്ച് കുടിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ ഞാനിവിടെ 16 വർഷമായിട്ട് വന്നിട്ട് 100 കണക്കിന് ആളുകൾ ഇവിടെ സാറിൻ്റെ അടുത്ത് വന്ന് ഈ ഗ്രൂപ്പിൽ വന്ന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്ന് പോയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഫെയിലായി പോയിട്ടുണ്ട്. 15 വർഷം കുടിക്കാതിരുന്ന ആൾ പോലും 15 വർഷത്തിന് ശേഷം കുടിച്ച് 2 പേര് വന്നിട്ടുണ്ട്. 2 അല്ല 3 പേര് വന്നിട്ടുണ്ട്. ഞാൻ വന്ന പിന്നെ ഉണ്ടായ ആളുകൾ, ഞാൻ വന്ന പിന്നെ അത് കഴിഞ്ഞ് വന്ന ആളുകളാണ്. അവർ 3 പേര് ഇതുപോലെ ഇത് കുടി നിർത്തിയിട്ട് 3ാമത്തെ പ്രാവശ്യം ഇത് കഴിച്ച് ഫെയിലായി പോയ ആളുകളാണ്. അതായത് മനുഷ്യൻ്റെ ആത്മാർത്ഥത പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് അനുഭവങ്ങളും അനുഭൂതികളും ചിന്താശക്തിയും ഉണ്ടാകണം. അതിനുള്ള അവസരങ്ങളും അനുഭവങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഇപ്പോൾ ഞായറാഴ്ച അവർ വരുമ്പോഴാണ് അവർക്ക് തന്നെ അതിനുള്ള ഒരു സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുന്നു. അവർ സ്വയം മനസ്സിലാക്കുന്നു, അവരവരുടെ കാര്യം തനിയെ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിന് സമാന്തരമായിട്ട് ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഞാനും അവർക്ക് സപ്പോർട്ടിന് എപ്പോഴും ഉണ്ടാകും. അതാണ് ചികിത്സയ്ക്ക് ശേഷം, അതായത് ഈ ഞായറാഴ്ച പ്രോഗ്രാമുകൾ വന്ന് തിരിച്ചു പോകുന്ന ആളുകൾ അവർ ചെന്ന് കയറുന്നത് ഈ സമൂഹത്തിലേക്ക് തന്നെയാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ ലഭ്യതയും നിർബന്ധവും എല്ലാം ഉള്ള സമൂഹത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചികിത്സകൻ എന്ന നിലയിൽ സാർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ല, വെല്ലുവിളികൾ ഇതിൽ അവർക്ക് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ താല്പര്യമുള്ളവർ രക്ഷ നേടുന്നുണ്ട്. പക്ഷേ സമൂഹത്തിലുള്ള പ്രവണത എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് എത്തുന്നവർക്ക് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കും. സമൂഹത്തിൽ ഇങ്ങനെ പല പ്രവണതകളും ഉണ്ടാകാം, അതിൻ്റെ ഉദാഹരണങ്ങളും കാണിച്ചു കൊടുക്കും. നിങ്ങൾ എന്ത് വേണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ മാർഗം ശരിയായി കിട്ടും എന്നുള്ളത് ഉദാഹരണ സഹിതം അവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. അത് പുരുഷനൊക്കെ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്. അതെനിക്കറിയാം. ഈ 16 വർഷമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അവരിലുണ്ടായിട്ടുള്ള, കുടുംബത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എനിക്ക് നേരിട്ട് ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്.